ഈ അഹങ്കാരമാണ് മേയറെ, ഈ അഹങ്കാരമാണ് നിങ്ങളെ സൽപ്പേരിന് പോലും കളഞ്ഞുകൊണ്ടാക്കുന്ന ഈ അഹങ്കാരം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാര്യം മേയർ പറഞ്ഞ 5 വർഷവും ഞാൻ ഇരിക്കുമെന്ന്. ഞങ്ങളതാണ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയമായി ഈ മേയർ തന്നെ 5 വർഷവും ഇരിക്കണം. ഡെപ്യൂട്ടി മേയറെ 2 ഗ്ലൗസ് കൊടുത്ത് സ്വന്തം മുണ്ടിൽ കുറച്ച് ചെളിയും പറിച്ചതുകൊണ്ട് നിങ്ങൾ മറ്റേ വികസന പ്രവർത്തനമാവും. ജനങ്ങളോട് പറഞ്ഞത് ആരാധ്യായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അവാർഡ് ലഭിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അവാർഡ് ലഭിച്ചു. അതുകൊണ്ട് നാണം കേട്ട് നിങ്ങൾക്ക് ഞാൻ അന്ന് ബഡ്ജറ്റ് സമയത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ ശാപമാണെന്ന് പറഞ്ഞത് ശരിയാണ്. മിണ്ടാതിരിക്കുക. ഒരാൾ സംസാരിക്കുമ്പോ ഇങ്ങനെ അവഹേളിക്കുന്നതാണോ ശരി? നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ മരണപ്പെട്ട റെയിൽവേ കരാർ തൊഴിലാളിയായിരുന്ന എൻ ജോയിയുടെ മാതാവിന് സഹായം നൽകുന്നത് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിനും സർക്കാരിനെ അറിയിക്കുന്നതിനും വേണ്ടിയാണ്, ആ തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിക്കുന്നതിനും വേണ്ടിയാണ് ഇന്നത്തെ യോഗം. ഉടമസ്ഥതയിലുള്ള പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട റെയിൽവേ കരാർ തൊഴിലാളിയായ എൻ ജോയ് മരണപ്പെടുകയുണ്ടായി. ജോയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ബഹുമാന്യനായ ശിവൻകുട്ടി മിനിസ്റ്റർ അത് കൈമാറും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട നമുക്ക് നഷ്ടമായി പോയ ആ ജോയുടെ ജീവന് ആദരവ് നൽകുകയും അദ്ദേഹത്തിൻ്റെ മാതാവിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള അനുമതി നമ്മുടെ കൗൺസിൽ പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരിലേക്ക് അയക്കുന്നതിനാവശ്യമായ നടപടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണ് കൗൺസിൽ ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നത്. സ്ഥലം വൃത്തിയാക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന തൊഴിലാളിയായ മാരായിമുട്ടം സ്വദേശിയുടെ ശ്രീ ജോയിയുടെ വിയോഗത്തിൽ LDFിൻ്റെ പാർലമെന്ററി പാർട്ടി ഒന്നാകെ അനുശോചിക്കുകയും അതോടൊപ്പം ആ കുടുംബത്തിൻ്റെ വേദനയിലും ഞങ്ങൾ പങ്കുചേരുകയും ചെയ്യുകയാണ്. അവിടെ വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചു. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തല്ല, പുതിയ സ്ഥലം MLA സ്ഥലം കണ്ടെത്തി തരുമെന്ന് പറഞ്ഞു. അദ്ദേഹം വാങ്ങിത്തരുന്ന സ്ഥലത്ത് വഴി വീട് വയ്ക്കുന്നതാണ് ഞാൻ കേട്ടറിഞ്ഞത്. എന്തായാലും അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം നല്ല കാര്യം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അമ്മയ്ക്ക്. അപ്പോൾ അതിന് ആ ഒരു പ്രവൃത്തി നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം കാണുകയും ഇനി ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ, നമുക്കറിയാം നമ്മുടെ മഴക്കാല പ്രസിദ്ധീകരണം അടക്കം അവതാളത്തിലായ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകേണ്ടി വന്നത്. അത് പറയുമ്പോൾ ആരുടെയും മോഹൻ ചൊടിഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇന്ന് ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗം ഒരു ധനസഹായം അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന ഒരു പ്രമേയമാണ് ഇന്നിവിടെ സ്പെഷ്യൽ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. സർ, ഞങ്ങൾ പറയുന്നു, BJP പറയുന്നു, ഒരു വീട് വെച്ച് കൊടുത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ആശ്രിതരായിട്ടുള്ള ആളുകൾക്ക് ആ വീടിനകത്ത് താമസിച്ചു എന്ന് പറഞ്ഞാൽ ജോലി ദൈനംദിനം ജോലി ചെയ്ത് കൊണ്ട് കൊടുക്കപ്പെടുന്ന ആ അമ്മയുടെ വിശപ്പ് മാറില്ല, പട്ടിണി മാറില്ല, കുടുംബാംഗങ്ങൾക്ക് നാഥനാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ആവശ്യപ്പെടുകയാണ്, ഒരു വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തോടൊപ്പം നമുക്ക് 100 കൗൺസിലർമാർക്കും ഐകകണ്ഠേന ഗവൺമെന്റിലേക്ക് അദ്ദേഹത്തിന് കുടുംബത്തിന് വീടിനോടൊപ്പം 1 കോടി രൂപയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മാതാവിനെ സംരക്ഷിക്കുന്ന, മാതാവ് നിർദ്ദേശിക്കപ്പെടുന്ന ആശ്രിതർക്ക് ഒരു ജോലിയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യണം എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ 4 വർഷക്കാലം അധികാരമേറ്റിട്ടുള്ള ഈ നഗരസഭ ഭരണകൂടം അതിന് മറുപടി പറഞ്ഞേ മതിയാവൂ. ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ നാട് ശുദ്ധിയും വൃത്തിയും മാലിന്യമുക്തവുമായി ഈ നഗരം ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.
ആ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 4 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഈ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ജോയിയുടെ മരണത്തിൽ കലാശിച്ചു എന്ന് BJP ആരോപിക്കുക. സംസ്കരണത്തിന്റെ സമ്പൂർണമായിട്ടുള്ള വീഴ്ച കൊണ്ട് മാത്രമാണ് ഇന്ന് പകർച്ചപ്പനി കൊണ്ടും എലിപ്പനി കൊണ്ടും ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം പോലും തിരുവനന്തപുരം നഗരസഭ പരിധിക്കകത്തുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഭരണത്തിന്റെ വീഴ്ചയാണ്. അത് നിങ്ങൾ അംഗീകരിച്ച് തിരുത്തുവാൻ നിങ്ങൾ തയ്യാറല്ല. ഈ ഭരണം 6 മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഹിതത്തിന്, ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട്ടിലെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഒരു ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി ഉണ്ടാകണം എന്ന് പറഞ്ഞു. നിങ്ങൾ 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ സമ്പൂർണമായ പരാജയമാണെന്ന് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ CPM എന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വിലയിരുത്തപ്പെടേണ്ടി വന്നത് 4 വർഷം പിന്നിടേണ്ടി വന്നു. നിങ്ങളുടെ അജണ്ട പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്നതിൽ തന്നെ കാണുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനത്തിനിടെ മരണപ്പെട്ട കരാർ തൊഴിലാളിയായിരുന്ന N. ജോയിയുടെ മാതാവിന് സഹായം നൽകുന്നത് സംബന്ധിച്ച് സർ, റെയിൽവേ സ്റ്റേഷനിലല്ലല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ അജണ്ട പ്രിന്റ് ചെയ്ത് തന്നതിൽ പോലും നിങ്ങൾക്ക് സൂക്ഷ്മതയില്ല, നിങ്ങൾക്ക് സൂക്ഷ്മത കുറവ് സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലാണോ സാർ, റെയിൽവേ സ്ഥാപനത്തിലാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്? സാർ, ഇത് ആമയുടെ ചാറ്റോട് സംഭവിച്ചിരിക്കുന്ന പേർക്ക് ഞാൻ പറഞ്ഞതിനെ തിരുത്താം. ഞാൻ പറഞ്ഞ ഇതിലൊരു ഉത്തരവാദിത്വമില്ല, റെയിൽവേയുമായി കരാറുമില്ല എന്നാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. തോടിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെന്ന് അജണ്ടയിൽ പ്രിന്റ് ചെയ്തു വന്നിരിക്കുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ കണ്ടു, ഇവിടുത്തെ പൊതുപ്രവർത്തകർ കണ്ടിട്ടുണ്ട്, ഇവിടെ സന്ദർശിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും കണ്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ട്രെയിൻ കയറാൻ പോകുന്ന സ്റ്റേഷൻ അടുത്തുമായി കണ്ടുപിടിക്കാൻ തിരുത്തപ്പെടാത്തൊരു മേയറായതുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് മേയർക്ക് ഏതറ്റം വരെയും തെറ്റ് തിരുത്താതെ തന്നെ ഈ 5 വർഷവും പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാര്യം 5 വർഷവും പൂർത്തിയാക്കും, അതിലൊരു സംശയവും വേണ്ട. 5 വർഷവും പൂർത്തിയാക്കും, അതിലൊരു സംശയവും വേണ്ട. ജനങ്ങളോട് തന്നെ ഈ അഹങ്കാരവും മേയർ കാണിക്കണം. ഇനിയും തുടർന്ന് റെയിൽവേക്ക് ഉത്തരവാദിത്തമില്ല എന്നാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. പോലും നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. സാർ, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അജണ്ട യാതൊരു പ്രകോപനവുമില്ലാതെ 100 പേരും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ആശ്രിതരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ജോലി കൊടുക്കുവാനും ഈ കൗൺസിൽ യോഗം ഇത്രയും കാലത്തെ അനുഭവത്തിൽ പല വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എങ്കിൽ പോലും ഇത് ഏകാഭിപ്രായത്തിൽ പാസ്സാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. നഷ്ടപ്പെട്ട നമുക്കറിയാം, ജോയി അകാലത്തിൽ നമ്മെ വിട്ടുപോയി. ആമയിഴഞ്ചാൻ തോടിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ആ മരണം ഒരിക്കലും പൊറുക്കാവുന്നതല്ല, ശ്രമിക്കാവുന്നതല്ല. അതിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അങ്ങ് കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. DYF എന്ന് പറയുന്ന സംഘടനയ്ക്ക് അന്നിവിടെ നന്ദി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊരു ടീഷർട്ട് ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ഒരു സേവന രംഗത്തുള്ള പ്രവർത്തകർ അവിടെ വന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അങ്ങ് ആ നിലപാടെടുക്കില്ല, ഉറപ്പായും എടുക്കില്ല. അങ്ങയോടൊപ്പം നന്ദി പറയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ നിങ്ങളുടെ പ്രവർത്തകരവിടെ വരാത്തത്? അല്ല, ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണോ ഈ ടീഷർട്ട് ഇട്ട് ആരും വരാത്തത്? നമുക്ക് വിഷയത്തിൽ നിന്ന് സംസാരിക്കാം. അങ്ങ് ഇരിക്കുന്ന ചെയറിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇടപെടാതെ ഞാൻ സംസാരിച്ചതിന് ശേഷം അങ്ങ് മറുപടി പറയാം. ഇടപെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ ചോദ്യം ഇത്രമേ ഉള്ളൂ. അങ്ങനെ നന്ദി പറയില്ല എന്ന മുൻധാരണ ഉള്ളത് കൊണ്ടാണോ നിങ്ങളുടെ പ്രവർത്തകരവിടെ വരാതിരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് എന്റെ ചോദ്യം. അവിടെ ആരും വന്നില്ലല്ലോ. ഞാൻ എന്റെ നന്ദി അവതരിപ്പിച്ചപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു ഭാഗം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവിടെ വന്ന കൗൺസിലർമാരെന്ന് പറഞ്ഞു. കൗൺസിലർമാർക്ക് പുറമേ ഉള്ള ആളുകളല്ലല്ലോ നിങ്ങളാരും. അല്ല, കൗൺസിലർമാർക്ക് അവിടെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത മറ്റ് കൗൺസിലേഴ്സ് ഇല്ലേ? നിങ്ങളുടെ പേരെന്തിനു പറയുന്നത്?
CPM ഈ കാര്യമെല്ലാം ചെയ്യുമെന്ന് അവകാശപ്പെടുന്നത്. നിങ്ങളുടെ പേരെന്തിനാ Yes, പറയുന്നത്? yes, ഡെപ്യൂട്ടി മേയറെ 2 ഗ്ലൗസ് ഇട്ട് സ്വന്തം മുണ്ടിൽ കുറച്ച് ചെളിയും പുറക്കിയത് കൊണ്ട് നിങ്ങൾ മറ്റേ വികസന പ്രവർത്തനം ആവില്ല. അല്ലെ, ഡെപ്യൂട്ടി മേയറിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ശ്രീ അനിൽകുമാർ പറയണ്ട. നിങ്ങൾ അവിടെ നിന്ന സമയത്ത് ഒരു ഡെപ്യൂട്ടി മേയറിന് ചെയ്യാൻ പറ്റുന്ന പൂർണ്ണമായ കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ ഉറപ്പുണ്ടെന്നേ. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ അല്ലെ, അതാ ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് എല്ലാ കൗൺസിലർമാരും അത് ചെയ്തിട്ടുണ്ട്. അതിൽ ഡെപ്യൂട്ടി മേയർ ചെളിവാരി തേച്ചോ ഗ്ലൗസ് എടുത്തിട്ടോ എന്നൊന്നും ഒരു വിമർശനം നടത്തേണ്ട ആവശ്യമില്ല. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വന്ന ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു ഡെപ്യൂട്ടി മേയർ എന്നത് ചെയ്യേണ്ടതിന്റെ പരിധിക്കപ്പുറം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു സംശയവുമില്ല. വിഷയത്തിലേക്ക് വരാം. അല്ല, ഞാൻ ഒന്നാമത്തെ കാര്യം ഇന്ന് കൗൺസിൽ ഈ വിഷയം വയ്ക്കുമ്പോൾ ഇന്ന് ബഹുമാന്യരായ അംഗങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇന്നത്തെ കൗൺസിലിൽ ഈ വിഷയം വയ്ക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല. ഒന്ന്, അജണ്ടയിൽ തന്നെ ഇതിൽ ആരുടെയും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ഒരു ആരോപണം വെച്ചിട്ടല്ല ഞാൻ അജണ്ട വെക്കുന്നത്. നമുക്ക് ആ കുടുംബത്തോടൊപ്പം നിൽക്കണം. അതിന്റെ ആ വിഷയം മാത്രമാണ് ഒരു സ്പെഷ്യൽ കൗൺസിൽ വിളിക്കേണ്ട അത്യാവശ്യകത എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമെടുത്ത് അത് ഗവൺമെന്റിനെ അറിയിക്കുക. ഇത് മാത്രമേ അതിൽ അജണ്ടയുള്ളൂ. മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാനത് ശ്രീ M.R. ഗോപൻ പറഞ്ഞ സമയത്ത് ഞാനത് ഇടപെടാത്തത് ഒരു മര്യാദയില്ലാത്തത് കൊണ്ട് ഇടപെടാത്തത്. കൂടുതൽ സമയം പോട്ട ആ തീരുമാനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലോ? അഭിപ്രായം പറയുമ്പോഴേ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ പോയുള്ള അഭിപ്രായ പ്രകടനം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ അഭിപ്രായമൊക്കെ പറയേണ്ടടുത്ത് പറയേണ്ടവർ പറയേണ്ടതുപോലെ പറയും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അല്ല, അത് വേറെ ചർച്ച ചെയ്യണ്ടല്ലേ. വെറുതെ നമ്മൾ ഒരു തൊഴിലാളി മരിച്ച ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും ആ വേദനയിൽ നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിനെയും അവിടെ നടന്ന കാര്യങ്ങളെയും കൂടി ഇവിടെ പരാമർശിക്കുക, അല്ലെങ്കിൽ വാർത്തയിൽ വന്ന കാര്യങ്ങൾ ഇവിടെ കോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് ചർച്ചയിൽ അതുകൂടി ഇരുന്നോട്ടെ എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല. അന്ന് ഞങ്ങൾ പറയുന്നത് അന്ന് അനുശോചന യോഗം മാത്രമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അനുശോചന യോഗം മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ അനുശോചന സന്ദേശം മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ വിഷയം വരില്ല. അന്ന് DYFI സംഘടനയെ കൂടെ ചേർത്തിട്ട് അവര് ചെയ്തത് കൊണ്ടാണ് പറഞ്ഞത്. അതിൽ കൗൺസിലേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിയല്ലേ പറഞ്ഞത്. അല്ല, നിങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അവിടെ ഈ വിഷയം നടന്ന് അരമണിക്കൂറിനകത്ത് ശ്രീ M.R. ഗോപൻ വന്നു. അതിനകത്തൊന്നും എനിക്കൊരു തർക്കമില്ല. വന്നുടനെ എന്താ ചെയ്തത്? വന്നുടനെ നഗരസഭയെയും മേയറിനെയും ഡെപ്യൂട്ടി മേയറിനെതിരെ ഒരു പത്രസമ്മേളനം വിളിച്ചു. ഇതാണ് അവിടെ ചെയ്തത്. ഞാൻ അതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാത്തത് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ വന്നു നിന്നല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോലും എൻ്റെ സഹപ്രവർത്തകരായ കൗൺസിലർമാർ അവിടെ കേന്ദ്രീകരിച്ചല്ലോ എന്നുള്ള അഭിമാനം എനിക്കുണ്ട്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. അതിനകത്ത് എല്ലാവരും ഉണ്ട്. അല്ല, അതങ്ങനെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും പേര് പറയണ്ടേ? അവിടെ വന്ന എല്ലാവരുടെയും പേര് പറയണ്ടേ? വിഷയത്തിലേക്ക് വരാം. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. രാവിലെ 11:30 മണിക്ക് ഈ സംഭവം പറഞ്ഞെത്തിയ ആൾക്കാരാണ് നമ്മൾ. രാഷ്ട്രീയക്കാർ എന്നുള്ള നിലയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ധാർഷ്ട്യം കാണിക്കുന്നത്? എന്തിനാണ് ഈ ധാർഷ്ട്യം? എനിക്ക് ഡിയാറെ ഞാൻ സംസാരിച്ചോട്ടെ. ഡിയാറിന്റെ അവസരം ധാർഷ്ട്യം കാണിക്കല്ലേ ഡെപ്യൂട്ടി മേയറെ? എല്ലാ കാലത്തും ഈ അധികാര കസേര നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സെക്രട്ടറി, ഞാൻ അദ്ദേഹത്തെ ഈ സമയത്ത് പ്രശംസിക്കാൻ സന്ദർഭവശാല ആഗ്രഹിക്കുകയാണ്. കാരണം എന്നറിയോ? കാണുമ്പോൾ കൗൺസിലറെ എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ വിളിയില്ലേ ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഇല്ലാതെയാണോ നിങ്ങൾ അഭിപ്രായം പറയുന്നത്? ഇവിടെ ശ്രീ ജോയി അദ്ദേഹത്തെ മാലിന്യക്കയത്തിലേക്ക് തള്ളിയിട്ട് കൊല ചെയ്തതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ്. നിങ്ങളിപ്പോഴും ഈ അജണ്ടയിൽ പറയുന്നത് റെയിൽവേയുടെ അധീനതയിൽ വരുന്ന സ്ഥലത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെയിൽവേയുടെ അധീനതയിൽ വരുന്ന സ്ഥലത്താണ് ജോയി മരിച്ചെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം സേവന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയത്? അത് റെയിൽവേ ചെയ്തൂടെ? അതിനെ മനുഷ്യത്വം എന്നാ പറയുന്നത്. റെയിൽവേക്കില്ലാത്തതും നഗരസഭയ്ക്കുള്ളതും മനുഷ്യത്വമാണ്. റെയിൽവേക്കില്ലാത്തതും നഗരസഭയ്ക്കുള്ളതും മനുഷ്യത്വമാണ്. നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ നിന്നല്ല അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചത്. ഓഫീസിൽ നിന്നല്ല, ഓഫീസിൽ ഇരുന്നു കൊണ്ടല്ല തീരുമാനമെടുത്തത്. വിഷയത്തിലേക്ക് വരാം.
ഇവിടെ ആമയിഴിഞ്ഞാൽ തോടിന്റെ ഭാഗമായി വന്നിട്ടുള്ള റെയിൽവേയുടെ പ്രോപ്പർട്ടി എത്തുന്ന സ്ഥലത്ത് അയാൾ ക്ലീനിങ്ങിന് ഇറങ്ങി എന്ന് ഞങ്ങൾ സമ്മതിക്കും. പക്ഷെ നിങ്ങൾ റെയിൽവേയുടെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആ ഒരാൾ ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്താണോ ഈ പറയുന്ന മാലിന്യം അല്ലെങ്കിൽ അയാൾ മരിക്കാനുണ്ടായ സാഹചര്യം? ഡെപ്യൂട്ടി വേറെ കയ്യൊന്നും ഉയർത്തിയിട്ട് കാര്യമില്ല. ഡെപ്യൂട്ടി വേറെ താങ്കൾ എന്താണെന്നറിയോ, ഈ സഭയിൽ താങ്കളുടെ നിലപാട് മാധ്യമ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിൽ താങ്കൾ ഇങ്ങനെയൊക്കെ കൈ കാണിക്കുന്നുണ്ടല്ലോ. താങ്കളെ മുൻനിർത്തി ചില ചൊറിച്ചിലുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ സംഭവം നടന്ന് അരമണിക്കൂർ കഴിയുമ്പോൾ ഈ നഗരസഭാ ഭരണസമിതിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും റെയിൽവേയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് റെയിൽവേ ആണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയുവാൻ വേണ്ടി തയ്യാറായി. റെയിൽവേക്കെതിരെ നടപടി വേണമെന്ന് ആഗ്രഹം നിങ്ങൾ പറയുമ്പോൾ റെയിൽവേ കരാർ കൊടുത്ത കരാറുകാരനെതിരെ നടപടിയെടുക്കണമെന്ന് ഈ സഭ ആവശ്യപ്പെടാൻ തയ്യാറാകുമോ? റെയിൽവേ ഒരു കരാറുകാരനാണല്ലോ കരാർ കൊടുത്തത്. ആ കരാറുകാരനാണല്ലോ സബ് കോൺട്രാക്ട് കൊടുത്ത് അല്ലെങ്കിൽ തൊഴിലാളികളെ നിശ്ചയിച്ച് അവിടെ ഇറക്കിയത്. ആ കരാറുകാരൻ ആരാണ് എന്ന് ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. PWDയുടെ കരാർ വ്യവസ്ഥ എടുത്തിട്ടുള്ള ഒരു കരാറുകാരൻ ആണ് ഇതിന്റെ ചുമതലക്കാരൻ. അദ്ദേഹം 2022-23 കാലയളവിൽ രജിസ്റ്റർ നമ്പർ 1150 2022-23 എന്നുള്ള ഒരു രജിസ്ട്രേഷൻ എടുത്ത ആ കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ മാത്രമല്ല, കുറച്ചുകൂടെ ആധികാരികമായി പറയുന്നു, CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ വി ജോയി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു സംഘടനയിലെ പ്രവർത്തകനാണ് എന്നുകൂടി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ആ കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ ഈ കൗൺസിലിന്റെ ഭാഗമായി തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നഗരസഭയോട് തികഞ്ഞ അനാസ്ഥയാണ് കാണിച്ചത് എന്ന് കൗൺസിലിൽ ഒരു പ്രമേയം അങ്ങ് അവതരിപ്പിക്കാത്തത്. ആ പ്രമേയം അവതരിപ്പിച്ച് ഈ കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ഗവൺമെന്റിലേക്ക് ഇന്നങ്ങ് ശുപാർശ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് നമുക്ക് കൗൺസിൽ യോഗം ഇത് പരമോന്നത ഒരു സമിതിയല്ലേ, ആ സമിതിയിൽ എന്തുകൊണ്ട് അങ്ങ് അവതരിപ്പിച്ചില്ല? ഒരു വസ്തുത ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജൈവമാലിന്യം പന്നി ഫാമുകൾക്ക് കൈമാറുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമുണ്ട് എങ്കിൽ അത് തലസ്ഥാന നഗരസഭയിലെ ഈ നഗരസഭയിലാണ് എന്ന് അടിവരയിട്ട് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എന്ത് ശാസ്ത്രീയമായ സംസ്കരണമാണ് അവർ ചെയ്യുന്നത്? നമുക്കെന്തെങ്കിലും നോട്ടമുണ്ടോ ഇതിന്റെ കൂടെ? നിങ്ങൾക്കറിയാമോ, ഇവിടെ എടുക്കുന്ന ഏജൻസികൾ, ആ ഏജൻസികൾ ശാസ്ത്രീയമായിട്ടാണോ ഈ മാലിന്യ സംസ്കരണം നടത്തുന്നത്? ഈ മാലിന്യ സംസ്കരണം നടത്തുന്നത് അവിടെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമുണ്ടോ? പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് ഇല്ല, അതുപോലെ തന്നെ ശുചിത്വ മിഷന്റെ അംഗീകാരമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാലിന്യം കൊടുക്കുന്നു. ആ മാലിന്യം വ്യക്തമായി സംസ്കരിക്കുന്നുണ്ടോ എന്ന് പരിശോധന പോലും നടത്താൻ നഗരസഭയ്ക്ക് സാധിക്കാതെ ചാക്കിൽ കെട്ടി ആമയിഴിഞ്ഞാൽ തോട് പോലുള്ള ജലാശയങ്ങളിലേക്ക്, ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? അതാണോ? അത് നിങ്ങളൊക്കെ തീരുമാനിച്ചാൽ പോരെ? ഞങ്ങളെ വിളിച്ചിട്ട് വീട് കൊടുക്കണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം പറയുന്നത് ചെയർമാനെ. അതിനെന്തിന് നിങ്ങൾ അവിടെ മോളിൽ ഇരുന്ന് ആലോചിച്ചെന്ന് പറഞ്ഞാൽ പോരെ ചെയർമാനെ? വീട് കൊടുക്കണോ വേണ്ടേ? എന്നാ വീട് കൊടുത്തോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വോട്ടോ? അതാണോ? എന്നാ പിന്നെ നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പോരെ? ആ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം കേൾക്കണ്ടേ? എന്ത് ചെയർമാൻ, താങ്കളൊക്കെ കുറച്ചുകൂടെ ചിന്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലല്ലേ? താങ്കളൊക്കെ ഒരു ഈ പറയുന്ന പോലെ ഇത്രയും തരംതാണ് സംസാരിക്കുന്നത്. അല്ല, നിങ്ങൾ വേണം കേൾക്കണോ? അല്ല, ഒന്നും ചേർന്ന് ഞാൻ പറയുന്ന കാര്യത്തിൽ എതിരഭിപ്രായമുണ്ട്, ചേരഭിപ്രായമുണ്ട്. ഇവരെ ചുമതലപ്പെടുത്തണ്ട. ഈ അഹങ്കാരമാണ് മേയറെ, ഈ അഹങ്കാരമാണ് നിങ്ങളെ സൽപ്പേരിന് പോലും കളഞ്ഞുണ്ടാക്കുന്ന ഈ അഹങ്കാരം. ഞാൻ പറയാം. അല്ല, ശ്രീ അനിൽകുമാർ, ഞാനിത് ഈ അവസരത്തിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു സ്ത്രീ സംസാരിച്ചു കഴിഞ്ഞാൽ അഹങ്കാരി, സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ റബ്ബർ സ്റ്റാമ്പ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇതാണ്: സംസാരിച്ചാൽ അഹങ്കാരി, സംസാരിച്ചില്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പ്. അഭിപ്രായം പറയട്ടേന്നേ, അഭിപ്രായം പറയാനൊക്കെ കഴിയുന്നവരല്ലേ എല്ലാവരും. അത് പറഞ്ഞോളാം, സമയത്ത് പറഞ്ഞോളാം. യെസ്. അല്ല, അങ്ങ് വിഷയത്തിലേക്ക് വരും. അത് നമ്മൾ മറ്റു ഇതിനകത്ത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിമിഷം
ഇതിപ്പോ ആരാണ് എവിടെ ഇരുന്നാണ് ആലോചിച്ച് വന്നിരിക്കുന്നതെന്ന് ഈ വശത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നില്ല. ഞാനൊരു ഒറ്റ കാര്യം ഞാൻ പറയാം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേരാൻ ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് നമുക്ക് 100 പേർക്കും കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട പ്രവർത്തികളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആ പ്രവർത്തികൾ ഏറ്റെടുക്കാൻ ആരെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. അല്ല, അത് ഫലപ്രദമായി ഇവിടെ റെയിൽവേ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ. നിങ്ങളല്ലേ ഇവിടുന്ന് ആരംഭിച്ചത്? ഇവിടുന്ന് ആരംഭിച്ചതല്ലേ? ഇതിൽ വിഷയത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ അല്ല, റെയിൽവേക്ക് നോട്ടീസ് കൊടുത്തതും കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നോട്ടീസ് കൊടുത്തത് അറിയാത്ത വ്യക്തിയല്ല താങ്കൾ എല്ലാം പഠിച്ച് ബുക്കിൽ എഴുതി വരുന്ന ആളാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഇവിടെ താങ്കൾക്ക് അത് അറിയാത്തത് കൊണ്ടല്ല, ബോധപൂർവം അത് മറച്ചു വെക്കുന്നതാണ്. ഇപ്പൊ കോടതിയുടെ ഇടപെടൽ വന്നില്ലേ? കോടതി എന്താ പറഞ്ഞത്? കോടതി തന്നെ പറഞ്ഞു റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലം വൃത്തിയാക്കേണ്ട ചുമതല റെയിൽവേക്ക് തന്നെയാണ്. കോടതി പറഞ്ഞില്ലേ? അതിനെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? നമുക്ക് അതിനെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ അങ്ങോട്ട് പറഞ്ഞത്, റെയിൽവേ ഒരു അനാസ്ഥ കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ മാലിന്യം ജോയി മരിച്ചതിന് ശേഷം കൂടിയതല്ലല്ലോ. അങ്ങനെ ഒരു അനാസ്ഥ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങ് ചെയ്യേണ്ടതല്ലായിരുന്നു. ഈ 100 കൗൺസിൽ അംഗങ്ങളും കൂടിയ എത്രയോ യോഗങ്ങൾ കഴിഞ്ഞു, എത്രയോ വാക്കാൽ പ്രമേയങ്ങൾ രാഷ്ട്രീയമായിട്ട് അങ്ങ് ഇവിടെ ഉയർത്തി. DRN ഇപ്പോൾ ഉയർത്തിയില്ലേ ഒരു പ്രമേയം? നമുക്ക് 100 പേർക്കും അതിൽ ഒരുമിച്ച് നിൽക്കാമായിരുന്നല്ലോ. ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. മഴക്കാല പൂർവ്വ ശുചീകരണം ഇവിടെ നടത്തല്ലോ. അങ്ങ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചോ? ഈ ഇരിക്കുന്ന കക്ഷി നേതാക്കളുടെ ഇനി അങ്ങയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ പ്രധാന കക്ഷി നേതാക്കളുമായി നമുക്ക് റെയിൽവേയുടെ ഭാഗത്തൊന്ന് ഒരുമിച്ചിരിക്കാം ഈ വിഷയത്തിൽ എന്നങ്ങനെ നിലപാട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ യോഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്പെഷ്യൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയവരാണ് ഇത് പറയുന്നത്. മഴക്കാലത്തിന്റെ സ്പെഷ്യൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയതാ പറയുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ വിശദമായി ചർച്ച ചെയ്തു പോകണമെങ്കിൽ പല വിഷയത്തിലേക്ക് പോകും. ഇപ്പൊ പന്നി ഫാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു പോവുകയാണെങ്കിൽ പലരുടെയും രാഷ്ട്രീയ ബന്ധമൊക്കെ നമുക്കിവിടെ പറയേണ്ടി വരും. അത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. കൗൺസിലിന് എല്ലാ അധികാരങ്ങളുമുണ്ട്, കൗൺസിലിന് ചുമതലയും ഉണ്ട്. അല്ല, അതൊക്കെ വരണം, അതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ ഇന്നത്തെ കൗൺസിലിൻ്റെ അജണ്ട എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നഗരസഭയുടെ ഒരു കൈത്താങ്ങ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അല്ല, അതാണല്ലോ പ്രധാനപ്പെട്ട അജണ്ട. ജോയിയുടെ കുടുംബത്തോടൊപ്പം അങ്ങ് എടുക്കുന്ന നിലപാടിനോടൊപ്പം BJP അങ്ങയോടൊപ്പം കൂട്ടിച്ചേർത്തു. എന്താണ്? ആ കുടുംബത്തിന് തക്കതായ നഷ്ടപരിഹാരം 1 കോടി രൂപയും കൊടുക്കണം. അത് BJPയുടെ കൗൺസിലർമാർ MR ഗോപൻ 100 കൗൺസിലർമാരും ഒരുമിച്ച് ചെയ്യണം. അതുകൂടെ നഗരസഭയ്ക്ക് സാധ്യമായത് നഗരസഭ ഇനിയും ആലോചിക്കാം. ഞാൻ എൻ്റെ ഒറ്റ ചോദ്യം, റെയിൽവേയോട് ഇവിടെ ശ്രീ DRNൽ പറഞ്ഞതുപോലെ റെയിൽവേയോട് കൂടി ഇത് ആവശ്യപ്പെടാൻ ഇന്നത്തെ കൗൺസിൽ തീരുമാനിക്കാമോ? നിങ്ങൾ റെയിൽവേ എടുക്കേണ്ട തീരുമാനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് 100 കൗൺസിലർമാർക്കും എടുക്കാമോന്നാ. 100 കൗൺസിലർമാർക്കും ആ ചുമതല അങ്ങനെ ഒരു 100 കൗൺസിലർമാർക്കും അത് അഭിപ്രായപ്പെടാമോ എന്നാണ് എൻ്റെ ചോദ്യം. റെയിൽവേയോട് ഇത്തരത്തിൽ സാമ്പത്തികമായ സഹായം നൽകണമെന്ന് 100 കൗൺസിലർമാർക്കും ആവശ്യപ്പെടാമോ എന്നാണ് എൻ്റെ ചോദ്യം. റെയിൽവേയുടെ ആൾക്കാർ, ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. നിങ്ങൾ 2 കൈ അടിച്ചോ അല്ലെങ്കിൽ ഡസ്റ്റിന്റെ പുറത്ത്? അല്ല, ആവശ്യപ്പെടാമോ ഇല്ലയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ. ആവശ്യപ്പെടാമെന്നാണെങ്കിൽ 100 പേർക്കും ആവശ്യപ്പെടേണ്ടെന്നാണ് ശ്രീ അനിലിന്റെ തീരുമാനമെങ്കിൽ അത് അനുകൂലിക്കുന്ന ആളുകളുടെ തീരുമാനമായി ഇന്നത്തെ കൗൺസിൽ അത് സർക്കാരിനെയും റെയിൽവേയും അറിയിക്കും. അല്ല, എൻ്റെ ചോദ്യം വ്യക്തമാണ്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് ഞാൻ ഇടപെടുന്നതിന്റെ ഒരു കാരണം എനിക്കതിലൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ക്ലാരിറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ക്ലാരിറ്റി അല്ല, അങ്ങ് പറഞ്ഞു എനിക്ക് എന്നോട് ചോദിക്കുമ്പോൾ വേറെ ആരും എണീക്കരുത്, സംസാരിക്കരുത്. ഇവിടെ അങ്ങയുടെ ഞാൻ പറയട്ടെ, ക്ഷമയോട് കേൾക്കുക. ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ യോഗത്തിലടക്കം ഈ വിഷയം ചർച്ചയിൽ വന്നതാണ്. അല്ല, ഞാൻ അങ്ങയോട്
വന്ന ഒരു പൊതു അഭിപ്രായമാണല്ലോ റെയിൽവേ കൂടി സാമ്പത്തികമായ ഒരു ധനസഹായം നൽകണം. അതിൽ തീരുമാനം നമുക്ക് റെയിൽവേയെ അറിയിക്കാമോ വേണ്ടയോ എന്നതാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഈ കൗൺസിൽ ചോദിച്ചിട്ടല്ലല്ലോ ചെയ്തത്. ഗവൺമെന്റ് വൈകിയില്ലല്ലോ, തൊട്ടടുത്ത ദിവസം തീരുമാനം എടുത്തില്ലേ? ഇന്നത്തെ ഈ സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു ചേർക്കാനുള്ള കാരണം എന്താ? നമ്മുടെ കൗൺസിലിന്റെ തീരുമാനം ഒരു നിമിഷം പോലും വൈകാതെ സർക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്നത്തെ സ്പെഷ്യൽ കൗൺസിൽ വെച്ചത്. നമുക്ക് വേണമെങ്കിൽ അടുത്ത സാധാരണ കൗൺസിലിൽ വെച്ചാൽ മതിയല്ലോ, അങ്ങനെയല്ലല്ലോ. നഗരസഭയ്ക്ക് അധികാരമില്ലാത്ത കാര്യമാണ് ഇന്നത്തെ സ്പെഷ്യൽ കൗൺസിൽ തീരുമാനിക്കുന്നത്. നഗരസഭയ്ക്ക് അധികാരമില്ലാത്ത ഒരു കാര്യമാണ് സർക്കാരിന്റെ അനുമതിയോടുകൂടി ഇന്നിവിടെ തീരുമാനിക്കുന്നത്. നഗരസഭയുടെ പരിധിക്ക് പുറത്ത് വീട് വെക്കാൻ നഗരസഭയ്ക്ക് അധികാരമുണ്ടോ? ഇല്ല. നമ്മൾ പ്രത്യേക പെർമിഷൻ എടുക്കുന്നതല്ലേ. അപ്പോ അത് ലൈഫിലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്റെ ബഹുമാനിയായ കൗൺസിൽ അംഗങ്ങളെ, ഇവിടെ ലൈഫിലെ കാര്യമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലൈഫിൽ അനുമതി ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ കൗൺസിലിൽ റെയിൽവേക്ക് അങ്ങനെ ഒരു അധികാരം എടുക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികാര പരിധിയിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവകാശമില്ല. അത് തന്നെയാണ് അസന്നിഗ്ധമായി പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ, ഇവിടെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ വരുന്ന ജനങ്ങളാകെ ഇത് കാണണം. BJP-ക്കാർ ഒരു വിഷയത്തെ മാനുഷികപരമായി കണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന ഭരണകൂടം, ഞാൻ പറയട്ടെ, ഇത്രയും സമയം കേട്ടില്ലേ? 45 മിനിറ്റ് സംസാരിച്ചു. ഞാൻ മിണ്ടിയില്ല. ഞാൻ പറയട്ടെ. ഇവിടെ മേയർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഉത്തരവാദിത്വമില്ലാതെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് നൽകിയ ഒരു കോൺട്രാക്ട് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നഗരസഭയുടെ ജീവനക്കാരനല്ല എന്ന് പറഞ്ഞ് മാറി നിന്നില്ല. നഗരസഭ നൽകിയ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടുള്ള ശുചീകരണം നടത്തിയ തൊഴിലാളിയാണ് അല്ലല്ലോ എന്ന് മാറി നിന്നില്ല. തൻ്റെ 11 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ടാണ് ആരാധ്യായ മേയറും ഡെപ്യൂട്ടി മേയറും മേയറുടെ നേതൃത്വത്തിൽ ആ സമയം മുതൽ ആഹാരം പോലും കഴിക്കാതെ അവിടുത്തെ ശ്രീ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബന്ധമാണ്. പക്ഷേ ഞങ്ങൾ ഇടപെട്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനം ഏറ്റെടുത്തത് കൊണ്ടാണ്. തിരുമല അതിലുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അതോടൊപ്പം റെയിൽവേയുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ വേണ്ടി CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരുകൂടി വലിച്ചഴിക്കുകയാണ്. തികച്ചും ഈ ചർച്ചയെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് തിരുമല അനിലും MR ഗോപനും നടത്തിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ അപലപിക്കേണ്ടതാണ്. നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങളെ അല്ല രാഷ്ട്രീയവൽക്കരിക്കേണ്ടത്. രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയുള്ള ധാരാളം വിഷയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വരും. അപ്പോൾ നമുക്ക് രാഷ്ട്രീയവൽക്കരിക്കാം. മനുഷ്യത്വപരമായി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ BJP-യുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. റെയിൽവേയുടെ അധീനതയിലുള്ള ടണലിൽ നിന്ന് നമ്മുടെ ജീവനക്കാർ, നഗരസഭയുടെയും ആ ഫയർഫോഴ്സിന്റെയും ഒക്കെ ജീവനക്കാർ ആ മാലിന്യ ജലത്തിൽ കയറി ഇറങ്ങി എടുത്ത ആ ഒരു പ്രവൃത്തിയെ നിങ്ങൾ കണ്ടോ? അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള അവശതകളുണ്ടല്ലേ? അവിടെ നിന്ന് അദ്ദേഹത്തെ പോലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെയും രാഷ്ട്രീയ തിമിരം കാരണം അവഹേളിക്കാനാണ് നിങ്ങൾ ഇവിടെ നോക്കിയത്. ആയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകണം. ഞങ്ങൾ നൽകിയ
സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകിയ 10 ലക്ഷം രൂപയും ഒരു വീടും നിങ്ങൾ കാണണ്ട. അത് ഞങ്ങളുടെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്, അത് മുഖ്യമന്ത്രിക്കായാലും മേയർക്കായാലുമുള്ള ആ മാനസിക അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പാസ്സാക്കിയത്. ഒരു നഗരഭരണമാണ്. അവിടെ ഞങ്ങൾ നഗരസഭയിലെ ആ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിലെ ജനങ്ങളോട് പറഞ്ഞത്, ആരാധ്യായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കുള്ള അംഗീകാരം, ഞങ്ങൾ നൽകുന്ന വികസന പ്രവർത്തനങ്ങളെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. അങ്ങനെയാണ് 3 ബൈ-ഇലക്ഷനുകളിൽ ഈ നഗരഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് ആളുകൾ അംഗീകാരം നൽകിയത് അനിലെ എന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊള്ളുക. BJP-യെ പറഞ്ഞില്ല, CPM-നെ പറഞ്ഞില്ല, കോൺഗ്രസിനെ പറഞ്ഞില്ല. എല്ലാ കൗൺസിലർമാരും ഉണ്ടായിരുന്നു. നിങ്ങളുടെ MP ഉണ്ടല്ലോ, നിങ്ങളുടെ കേന്ദ്രമന്ത്രിയെ നിങ്ങളത് കൊണ്ടുവന്നെങ്കിൽ മേയർ പറയുമായിരുന്നു, ഇന്ന കേന്ദ്രമന്ത്രി വന്നു എന്നുള്ള കാര്യം പറയുമായിരുന്നു. വന്നില്ലല്ലോ, വന്നില്ല. 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിൽ നിങ്ങൾ എടുത്തല്ലോ. ഒരാളെങ്കിലും വന്നെങ്കിലല്ലേ മേയർക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ മേയർ എങ്ങനെ പറയും ഇന്ന മന്ത്രി വന്നെന്ന്? വന്നവരെ സംബന്ധിച്ചുകൊണ്ട് മേയർ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കാണേണ്ടത്, നഗരത്തെ സംബന്ധിച്ച് ശുചിത്വ ഞങ്ങളുടെ മന്ത്രിമാരെല്ലാവരും എത്തി. തിരുവനന്തപുരം ജില്ലയിലുണ്ടായിരുന്ന മന്ത്രിമാരെല്ലാം ഉണ്ടായിരുന്നു. ബഹുമാന്യായിട്ടുള്ള മന്ത്രി സഖാവ് വി ശിവൻകുട്ടി അറിഞ്ഞ ദിവസം 2-3 പ്രാവശ്യം വന്നു. പിറ്റേ ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരുടെ യോഗം കൂടി അതുപോലെ പ്രവർത്തനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചു. അതെല്ലാം ഞങ്ങൾ ചെയ്തില്ലേ സഖാവ് വി ശിവൻകുട്ടി? അത് കാണണ്ടേ? നിങ്ങൾക്ക് 2 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചു വരുത്തിയില്ല? വരുത്തിയെങ്കിൽ മേയർ പറയുമായിരുന്നു, അല്ലേ ഇന്ന കേന്ദ്രമന്ത്രി വന്നു എന്നുള്ള പറയും. വരാത്തതിനെ സംബന്ധിച്ചുകൊണ്ട് പറയേണ്ടതായിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെയ്ത ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അംഗീകാരമുണ്ടായിരുന്നത് കൊണ്ടാണ് തിരുമല അനിലെ ശ്രീ ഗോപകുമാർ അറിയേണ്ടത്. അവിടെ മേയറും ഡെപ്യൂട്ടി മേയറുടെയും നേതൃത്വത്തിൽ കൗൺസിലർമാർ ഈ ജോയിയുടെ ഭൗതിക ശരീരവുമായിട്ട് പോയപ്പോൾ ഒറ്റ ആൾ കമാനൊരു അക്ഷരം പ്രതിഷേധിച്ച എല്ലാവരും മേയറുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാന ഗവൺമെന്റും കേരള മുഖ്യമന്ത്രിയും എല്ലാം ഇടപെട്ടുകൊണ്ട് നടത്തിയ ജനകീയമായ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമാണ് നൽകിയത്. ഇവിടെ ശ്രീ DR അനിൽ അവതരിപ്പിച്ച പ്രമേയത്തെ പിന്താങ്ങുകയാണ് മേയറെ. ആവശ്യമായിട്ടുള്ള ഈ ബഹുമാനപ്പെട്ട മേയർ, ഇവിടെ BJP ഇവിടെ സമരം ചെയ്യുമ്പോൾ ഇന്നലെ ഡൽഹിയിൽ മേയർക്ക് അവാർഡ് ലഭിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന് അവാർഡ് ലഭിച്ചു. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും മുഖവിലയ്ക്ക് എടുക്കണ്ട, ഒരു മുഖവിലയ്ക്ക് എടുക്കണ്ട. ഈ പത്രദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയുന്നു, പാവപ്പെട്ട ജോയി മരിച്ചിട്ട് ഈ റെയിൽവേ ഡിവിഷനിലെ ഒരാൾ പോലും ഒരു 10 രൂപ ഒരു പൂ വാങ്ങി ആ ബോഡിയിൽ വെക്കാത്ത നീശമായ ജീവികളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ആ മരണപ്പെട്ട ജോയിയുടെ വീട് സന്ദർശിക്കാത്ത റെയിൽവേ ഡിവിഷൻ 10 പൈസ കൊടുക്കൂല. അവര് 10 രൂപയുടെ പൂ വാങ്ങി ആ മോർച്ചറിയിലോ ജോയിയുടെ വസതിയിലോ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ നാളിന് വരെ പോയിട്ടില്ല. പിന്നെയാണ് അവർ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. ഇവർക്ക് ഇപ്പൊ ഇവിടെ വീട് കൊടുക്കാൻ പാടില്ല. ഈ സമരം നീട്ടിക്കൊണ്ടു പോകണം. ജോയിയുടെ വീട്ടിൽ പോകാത്തവർ ഇവരിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് അറിയാമോ? ജോയിക്ക് വീട് കൂടെ കൊടുത്താൽ 10 ലക്ഷം രൂപ കിട്ടിയാൽ അവിടുത്തെ MLA സ്ഥലങ്ങൾ നൽകിയാൽ പിന്നെ സമരം ചെയ്യാൻ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് സമരം പൊളിഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത് നാണക്കേട് മറച്ചു വയ്ക്കാനാണ് ഒരു ഫ്ലക്കാർഡ് കൂടി നിൽക്കുന്നത്. നാണം കേട്ട് നിങ്ങൾക്ക് ഞാൻ അന്ന് ബഡ്ജറ്റ് സമയത്ത് പറഞ്ഞില്ലേ, നിങ്ങൾ ശാപമാണെന്ന് പറഞ്ഞത് ശരിയാണ്. യെസ്, ശ്രീ സുരേഷ്. യെസ്. നമ്മളെല്ലാവരും ഈ രാജ്യത്തെ നിയമം അനുസരിക്കേണ്ടവരും അനുസരിക്കുന്നവരുമാണ്. ഇവിടെ നടന്നിരിക്കുന്നത് നഗ്നമായ നിയമലംഘനമാണ്. മിണ്ടാതിരിക്കുക. ഒരാൾ സംസാരിക്കുമ്പോ ഇങ്ങനെ അവഹേളിക്കുന്നതാണോ ശരി?
അടുത്ത ചോദ്യം. ആരാണോ ഈ തൊഴിലാളിയെ അതിനകത്ത് ഇറക്കിയത് അവരാണ് ഈ ആക്ട് ലംഘിച്ചിരിക്കുന്നത്. അത് റെയിൽവേ ആണോ നഗരസഭയാണോ എന്നുള്ളതല്ല, ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ആരാണ് ഈ തൊഴിലാളിയെ ഇറക്കിയത്? ആ തൊഴിലാളിയെ ഇറക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ ഈ കൗൺസിൽ തീരുമാനിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. ആയിക്കോട്ടെ, ആരായാലും. പിന്നെ ഇവിടെ DYFIയെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അതുകൂടെ പറഞ്ഞോട്ടെ. ഇവിടുത്തെ DYFIക്കാരുടെയും ഇവിടുത്തെ SFIക്കാരുടെയൊക്കെ പ്രവൃത്തികൾ നമ്മൾ ദിവസവും പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നതാണ്. നമ്മളൊക്കെ ഒരു അധ്യാപകനെ കണ്ടാൽ നമ്മളെ വളരെ ബഹുമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന അധ്യാപകനെ കണ്ട ആദ്യം ചെകിട്ടത്താണ് അടിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാതെ ഒരു DYFIക്കാരൻ ഉടുപ്പിട്ടുണ്ട് അവിടെ നിന്നതുകൊണ്ട് അയാൾ ഒരു പ്രവൃത്തി അവിടെ ചെയ്തില്ല. അവിടെ ചെയ്തത് അത്രയും നമ്മൾ കണ്ടതാണല്ലോ. അവിടെ ചെയ്തത് പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റനുബന്ധ ആളുകളും ആണ് ചെയ്തത്. DYFI ഉള്ളപ്പോൾ കൗൺസിലർ ഉണ്ടായിരുന്നില്ല. DYFI ഉണ്ടായിരുന്നപ്പോഴേ കൗൺസിലർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കാണാത്തത്. അവർക്ക് ഈ വെള്ളത്തിലിറങ്ങി എന്ത് ചെയ്യാൻ പറ്റും? വേറെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോട്ടെ. പക്ഷേ പാർട്ടിയാണ് നിങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെ മുടന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ 2016 അന്നത്തെ കളക്ടറായിരുന്ന വസുകി മാഡവും അതുപോലെ തന്നെ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയാനന്ദും ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് അനുസരിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഉണ്ടായ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു. അത് കൈപൊള്ളും, ചില ഉന്നതന്മാരെ തൊട്ട് കളിച്ചാൽ കൈപൊള്ളും എന്നുള്ളത് കൊണ്ടും അവരിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായം നിന്നു പോകും എന്നുള്ളത് കൊണ്ടുമാണ് അന്ന് ആ സർക്കാർ 2016 LDF സർക്കാർ അത് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാത്തത്. നിങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, ഈ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കണം. ഓപ്പറേഷൻ എന്താ തുടർന്ന് നടത്തുവാൻ ഈ കൗൺസിൽ തീരുമാനിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതിനുള്ള ധൈര്യം മേയർക്കുണ്ടോ, ഇച്ഛാശക്തി ഉണ്ടോ എങ്കിൽ ഇപ്പോൾ പറയണം. അതല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പിന്നെ മേയർ പറഞ്ഞ 5 വർഷവും ഞാൻ ഇരിക്കുമെന്ന്. ഞങ്ങളതാണ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയമായി ഈ മേയർ തന്നെ 5 വർഷവും ഇരിക്കണം എങ്കിൽ മാത്രമേ ഇപ്പോൾ നിങ്ങളുടെ ഭരണകക്ഷിക്കുള്ള അംഗസംഖ്യ UDFന് കിട്ടുകയുള്ളൂ. UDFന് ഈ അംഗസംഖ്യയിൽ എത്തണമെങ്കിൽ ഈ മേയർ തന്നെ 5 വർഷവും തുടരണം. UDFന്റെ അംഗസംഖ്യ കുറഞ്ഞതാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായത്. UDFന്റെ അംഗസംഖ്യ കുറഞ്ഞതാണ്. ആ വിഷയത്തിലോട്ടൊന്നും നമ്മൾ പോകേണ്ടത്, പറഞ്ഞാൽ പിന്നെ കുറെ പറയണം. രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറോട് ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കണം. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് സമ്മതിക്കുവാനും അത് തിരുത്തുവാനുള്ള ആർജവം കാണിക്കണം മേയറെ. ഇത് പറയുമ്പോൾ ഒരു ശത്രുവിനെ പോലെ കാണരുത്, ഒരു ശത്രുവിനെ പോലെ കാണരുത്, ഒരു മിത്രമായി കാണണം. ഈ നഗരസഭയ്ക്ക് വേണ്ടി, ഈ നഗരത്തിലെ 10 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. സീറ്റിലിരിക്കൂ, ദയവായി സീറ്റിലിരിക്കൂ. എല്ലാ കൗൺസിൽ അംഗങ്ങളും സീറ്റിലിരിക്കൂ. മേരി പുഷ്പം. ഉറവിടത്തിൽ മാലിന്യ സംസ്കരണത്തില് എത്രത്തോളം കൗൺസിലർമാര്, അപ്പോൾ നമ്മൾ എത്ര തുക കൊടുത്താൽ തന്നെ 3000 രൂപയ്ക്കൊപ്പം നമുക്ക് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മറ്റൊരു രീതിയിലേക്ക് ആ ചർച്ച പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനിയായ ചെയർപേഴ്സൺ ഇവിടെ കൃത്യമായി അതിലെ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് മറുപടി പറയുന്ന സാഹചര്യവും ഉണ്ടായി. നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്, ഇങ്ങനൊരു അപകടം ഉണ്ടായതിനു ശേഷവും അതിനു മുൻപും നഗരസഭയുടെ ഭരണസമിതി നടത്തുന്ന കർശനമായിട്ടുള്ള നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. ഈ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട, അനധികൃതമായ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു അപകടമുണ്ടായ സമയം മുതൽ നമ്മളെല്ലാം ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുബോധം നമുക്കുണ്ടാക്കാൻ വേണ്ടി സാധിക്കണം എന്നതാണ്. എന്നാൽ ഇന്നലത്തെ സാഹചര്യം എന്താ? ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിനു ശേഷവും 9 അനധികൃത മാലിന്യ ശേഖരണം നടത്തിയ വാഹനങ്ങളെയാണ്
തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള വനിതാ ജീവനക്കാരുടെ സ്ക്വാഡ് ബഹുമാനിയായ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഇവിടെ പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. ബഹുമാനിയായ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹം ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ നഗരസഭയുടെ പ്രതിനിധിയായി ഞാനും സെക്രട്ടറിയും ഒക്കെ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഓരോ വകുപ്പുകൾ ചെയ്യേണ്ട പ്രവർത്തികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ആ യോഗത്തിനകത്ത് തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ആമേഴഞ്ചാം റോഡ് കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി ഒരു ജീവനക്കാരുടെ സെല്ല് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേക ഈ ശുചീകരണ തൊഴിലാളികൾക്ക് സാങ്കേതിക പരിജ്ഞാനം കൊടുക്കുന്നതിന് ഫയർഫോഴ്സുമായി ചേർന്നുകൊണ്ട് നഗരസഭ അടിയന്തരമായി ഒരു പരിശീലന ക്ലാസ് വെക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം കൂടി ഇവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സാധാരണ തൊഴിലാളി, അത് നഗരസഭയുടെ പുറത്തു നിന്നുള്ളവരാകട്ടെ, ഒരു മനുഷ്യജീവൻ, ആ മനുഷ്യജീവൻ നഷ്ടപ്പെടാനുണ്ടായ കാരണത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന ഓരോ വ്യക്തിയുമുണ്ട് എന്ന സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പൊതുബോധമുണ്ടാക്കി ഇത് തിരുത്താൻ ആവശ്യമായ നടപടിക്രമങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രീകരിച്ച് മാലിന്യ സംസ്കരണ രംഗത്ത് പൊതുജനങ്ങൾ കൂടി ഇടപെടണമെന്ന് നിങ്ങളെല്ലാം ആവശ്യപ്പെട്ടതുപോലെ ഇനിയും തുടർച്ചയായിട്ടുള്ള നഗരസഭയുടെയും സർക്കാരിന്റെയും പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന കൂടി എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. നമുക്ക് നഷ്ടമായ ജോയിയുടെ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള നഗരസഭാ കൗൺസിൽ യോഗം ഇവിടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ മിനിറ്റ്സിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പങ്കെടുത്ത ഇതിനെ അനുകൂലിച്ച മുഴുവൻ കൗൺസിൽ അംഗങ്ങളുടെയും അഭിപ്രായം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അത് സർക്കാരിനെ അറിയിക്കാൻ ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിക്കുകയാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നഗരത്തിലോ നമ്മുടെ കേരളത്തിലോ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം. അതിനുള്ള ഊർജവും ആർജവവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനാവശ്യമായ എല്ലാ സഹകരണവും നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ കൗൺസിൽ അംഗങ്ങൾക്കും നഗരസഭയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കൗൺസിൽ യോഗം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.